Dear students, I hope all of you enjoyed the story The Little Engine That Could. So are you ready to hear a poem? Okay, here we have a poem, Rain in Summer. So Rain in Summer എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? സമ്മറിൽ ഉണ്ടാകുന്ന റെയിൻ അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും മഴ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ അത് ആ മഴ നമുക്ക് സമ്മറിലാണ് കിട്ടണമെങ്കിലോ, സമ്മറിൻ്റെ പ്രത്യേകത എന്താണ്? വളരെയധികം ചൂടായിരിക്കും അല്ലേ? ആ ചൂട് സമയത്ത് നമുക്കൊരു റെയിൻ കിട്ടി എങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഹിയർ ഇസ് എ പോം ദാറ്റ് ടെൽസ് യു അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് റെയിൻ. റീഡ് ആൻഡ് അപ്രീഷിയേറ്റ്. നമുക്കിവിടെ റെയിനിൻ്റെ ബ്യൂട്ടി പറയുന്ന ഒരു പോമാണുള്ളത്. നമുക്കത് എന്താണെന്ന് റീഡ് ചെയ്ത് നോക്കാം അല്ലേ? How beautiful is the rain after the dust and heat in the broad and fiery street, in the narrow lane, how beautiful is the rain. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്? റെയിന് എന്ത് ബ്യൂട്ടിഫുള്ളാണ്. എപ്പോഴുള്ള റെയിന് ഒരുപാട് ഡസ്റ്റും, ഡസ്റ്റ് പറഞ്ഞാൽ എന്താണ്? പൊടിയും അതുപോലെ ചൂടും ഒക്കെ കഴിഞ്ഞു വരുന്ന റെയിന് എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഇൻ ദ ബ്രോഡ് ആൻഡ് ഫയറി സ്ട്രീറ്റ്, ഇൻ ദ നാരോ ലെയിൻ, ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ. നല്ല ബ്രോഡായിട്ട് വൈഡായിട്ടുള്ള സ്ട്രീറ്റ്സിലും, ഫയറി സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചുട്ട് പഴുത്ത്, അതായത് സമ്മർ ആകുമ്പോൾ അങ്ങനെ ആയിരിക്കില്ലേ, അങ്ങനെയുള്ള സ്ട്രീറ്റിലും, നാരോ ലെയിൻസ് അതായത് ചെറിയ ഇടവഴികളിലൂടെയും എല്ലായിടവും റെയിന് ബ്യൂട്ടിഫുൾ ആക്കുന്നു. ഹൗ ഇറ്റ് ക്ലാറ്റേഴ്സ് അലോങ് ദ റൂഫ്സ് ലൈക്ക് ദ ട്രാമ്പ് ഓഫ് ഹൂഫ്സ്, how it gushes and struggles out from the throat of the overflowing spout. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? How it clatters along the roofs like the tramp of hoops. മഴ പെയ്യുമ്പോൾ നമ്മുടെ റൂഫുകളിലൊക്കെ ഉള്ള മഴ പെയ്യുമ്പോൾ റൂഫുകളിലൊക്കെ മഴത്തുള്ളികൾ തട്ടുമ്പോഴുള്ള സൗണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ? അതെങ്ങനെയുള്ളതാണെന്നാണ് പോയിട്ട് പറയുന്നത്? കുതിരക്കുളമ്പടി കേൾക്കുമ്പോഴുള്ള ശബ്ദം പോലെയാണ്. അതുപോലെ ചാലുകളിലൂടെയും ഓടകളിൽ നിന്നുള്ളൊക്കെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് ശക്തിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. Across the window pane it pours and swift and wide with a muddy tide, like a river down the gutter roars the rain, the welcome rain. പിന്നെ മഴ നമ്മളിങ്ങനെ വിൻഡോയിലൂടെയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ വിൻഡോയുടെ പുറത്തൂടെയൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ മഴ പെയ്തു വീഴുന്നത് കാണാം അല്ലേ? ആ മഴ വളരെ പെട്ടെന്ന് തന്നെ വളരെ കുതിച്ചൊഴുകുകയാണ് അല്ലേ? പെട്ടെന്ന് തന്നെ അത് ഒഴുകുന്നു. എങ്ങനെയാണത് ഒഴുകുന്നത്? ഒരു റിവർ ഒഴുകുന്നത് പോലെയാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ പോയറ്റ് ആ റെയിനിനെ വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പോയത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ നോക്കി ഫസ്റ്റ് സ്റ്റാൻസ എന്താണ്? ഓക്കെ, സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? ഓരോ പോം അത് എഴുതിയിരിക്കുന്നത് ഒന്നുകിൽ 4 ലൈൻ 5 ലൈൻ അങ്ങനെ ആ രീതിയിലായിരിക്കും. ഇങ്ങനെ ഓരോ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ അതിന് ഓരോ പാർട്ടിനെയും പറയുന്നതാണ് എന്ത്? സ്റ്റാൻസ എന്ന്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസയിൽ റൈമിങ് വേർഡ്സ് ഉണ്ടോ നോക്കാം അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു റൈമിങ് വേർഡ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഒരു ലൈനിൻ്റെ ഏറ്റവും അവസാനത്തെ ലൈന്, അവസാനത്തെ വേർഡ് അല്ലേ? അവസാനത്തെ വേർഡ് അതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കുക. അതേപോലെ നെക്സ്റ്റ് ലൈനിൻ്റെ അവസാനത്തെ വേർഡ് അല്ലെങ്കിൽ മൂന്നാമത്തെ ലൈനിൻ്റെ അവസാനത്തെ വേർഡ് ആദ്യത്തെ വേർഡിൻ്റെ സൗണ്ടിനോട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ റൈമിങ് വേർഡ്സ് കണ്ടുപിടിക്കുക അല്ലേ? ഇപ്പം നോക്കിയേ, റെയിൻ, ഹീറ്റ് രണ്ടും പറയുമ്പോൾ ഒരുപോലെ ഉണ്ടോ? ലാസ്റ്റ് സൗണ്ട് ഒരുപോലെ ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ അത് റൈമിങ് വേർഡ് അല്ല. നെക്സ്റ്റ് നോക്കിയേ, ഹീറ്റ്, സ്ട്രീറ്റ്, അത് രണ്ടും നമുക്ക് ലാസ്റ്റ് എൻഡ് ചെയ്യണത് എന്താണ്? ഹീറ്റ്, സ്ട്രീറ്റ് അല്ലേ? ഈറ്റ് എന്നല്ലേ കേൾക്കുന്നത്? അങ്ങനെയുള്ളതാണ് റൈമിങ് വേർഡ് അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, ലെയിൻ, റെയിൻ അല്ലേ? എയിൻ, അത് നമുക്ക് റൈമിങ് വേർഡായിട്ട് എടുക്കാം. നെക്സ്റ്റ് നോക്കിയേ, റൂഫ്സ്, ഹൂഫ്സ്, ഊഫ്സ് എന്നല്ലേ ലാസ്റ്റ് സൗണ്ട് കേൾക്കുന്നത്? അത് റൈമിങ് വേർഡാണ്. ഔട്ട്, സ്പൗട്ട്, അത് റൈമിങ് വേർഡാണ്. നെക്സ്റ്റ് നോക്കിയേ, പോഴ്സ്, റോഴ്സ്, അത് റൈമിങ് വേർഡാണ്. വൈഡ്, ടൈഡ്, ഇതിൻ്റെ എല്ലാം സൗണ്ട് എൻഡ് ചെയ്യണത് ഒരേപോലെയാണ് അല്ലേ? ഓരോ പെയറിൻ്റെയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റൈമിങ് വേർഡ്സ് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിൽ ഇത് എഴുതിയ പോയറ്റിനെ കുറിച്ച് തന്നിട്ടുണ്ട് അല്ലേ? എബൌട്ട് ദ പോയറ്റ്. ഹെൻറി വാഡ്സ്വർത്ത് ലോങ്
ഫെലോ. അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? 1807. മരണപ്പെട്ടത് 1882. വാസ് എൻ അമേരിക്കൻ പോയറ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. ഒരു അമേരിക്കൻ പോയറ്റുമാണ്, അതുപോലെ ഒരു എഡ്യൂക്കേറ്ററുമാണ്. ഹി വാസ് ദി ഫസ്റ്റ് അമേരിക്കൻ ടു ട്രാൻസ്ലേറ്റ് ഡാൻറ്റേസ് ഡിവൈൻ കോമഡി ഇൻ ടു ഇംഗ്ലീഷ്. അപ്പോൾ ഡാൻറ്റയുടെ ഡിവൈൻ കോമഡി എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഫേമസ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അപ്പോൾ ആ ഡിവൈൻ കോമഡി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഫസ്റ്റ് അമേരിക്കൻ റൈറ്ററാണ് ആര്? ഹെൻറി വേർഡ്സ്വർത്ത്. Now we can go through the glossary. Here we have a lot of new words. Let's check out the meanings. What's the first word? Clatter. Clatter means to make a loud rattling sound. ഉറക്കെയുള്ള, നമ്മൾ എന്താ പറയുക, മഴയൊക്കെ പെയ്യുമ്പോൾ ഇപ്പോൾ ഷീറ്റിലേക്കൊക്കെ മഴ പെയ്യുമ്പോഴുള്ളൊരു സൗണ്ടില്ലേ, അങ്ങനെ ഉറക്കെയുള്ള സൗണ്ടാണ് എന്താണ്? ക്ലാറ്റർ. ഗട്ടർ, എ ചാനൽ ഓൺ ദ എഡ്ജ് ഓഫ് എ റോഡ് ഫോർ ഡ്രെയിനിങ് റെയിൻ വാട്ടറൊക്കെ പോകാൻ വേണ്ടി റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിയിടുന്ന ചാല് പോലെയുള്ള അതിനെയാണ് നമ്മൾ ഗട്ടർ എന്ന് പറയുക. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം അല്ലേ, റോഡ് പണി നടക്കുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഗട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹൂഫ്, ദ ഫൂട്ട് ഓഫ് ഹോഴ്സ്. ഹോഴ്സിൻ്റെ കുളമ്പടിക്കാൻ എന്ത് പറയുക? ഹൂഫ് എന്ന് പറയുക. നെക്സ്റ്റ് വേർഡ് എന്താണ്? മഡി, ഫുൾ ഓഫ് മഡ്. മഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെളി. അപ്പോൾ നിറയെ ചെളിയുള്ളതിന് എന്താണ് പറയുക? മഡി. ഓവർഫ്ലോ, ടു സ്പിൽ ഓവർ ദ എഡ്ജ് ഓഫ് എ കണ്ടെയ്നർ. നിറഞ്ഞൊഴുകുക, കവിഞ്ഞൊഴുകുക എന്നൊക്കെ പറയൂ അല്ലേ, ഓവർഫ്ലോ. പോർ, ടു ഫ്ലോ സ്റ്റഡിലി ആൻഡ് കണ്ടിന്യൂസ്ലി. നമ്മൾ പോർ ചെയ്യുക, ഒഴിക്കുക പറയൂ അല്ലേ, തുടർച്ചയായിട്ട് അങ്ങനെ ഒഴിക്കുന്നതിനാണ് എന്ത് പറയുക? പോർ എന്ന് പറയുക. റോർ, ടു മേക്ക് എ ഡീപ്പ് ലൗഡ് സൗണ്ട്. റോർ പറഞ്ഞാൽ ഉറക്കെയുള്ള സൗണ്ട്. ഇപ്പോൾ നമ്മൾ ലയണിൻ്റെ, സിംഹത്തിൻ്റെ സൗണ്ടിനെയൊക്കെ നമ്മൾ റോർ എന്നാണ് പറയുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എത്ര ഉറക്കമുള്ള സൗണ്ടാണ് ഇതെന്ന്. സ്വിഫ്റ്റ്, മൂവിങ് ക്വിക്ക്ലി, വളരെ വേഗത്തിൽ മൂവ് ചെയ്യുന്നതിനെയാണ് സ്വിഫ്റ്റ് എന്ന് പറയുക. നമുക്ക് സ്വിഫ്റ്റ് കാർ നമുക്കറിയാമല്ലേ, നിങ്ങൾക്ക് കാറൊക്കെ അറിയേണ്ടായിരിക്കും. അപ്പോൾ സ്വിഫ്റ്റ്, അതിനാ പേര് മിക്കവാറും വന്നത് എങ്ങനെയായിരിക്കാം? വളരെ വേഗത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം. ടൈഡ്, എ സർജ് ഓഫ് വാട്ടർ എസ്പെഷ്യലി ഇൻ ദ ഓഷ്യൻ. വെള്ളത്തിൽ അലയടിക്കുക എന്നൊക്കെ പറയും, അതാണ് ടൈഡ്. പിന്നെന്താണ്? നെക്സ്റ്റ് എന്താണ്? വിൻഡോ പെയിൻ, എ ഷീറ്റ് ഓഫ് ഗ്ലാസിന് വിൻഡോ. ലാസ്റ്റ് വേർഡ് ഏതാണെന്ന് നോക്കിയേ? വൈഡ്, കവറിങ് എ ലാർജ് ഏരിയ. ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നതിനാണ് എന്താ? വൈഡ് എന്ന് പറയുക അല്ലേ. വൈഡിൻ്റെ ഓപ്പോസിറ്റാണ് നാരോ. നമുക്ക് നമ്മുടെ പുറത്തിൽ കാണാം, നാരോ ലെയിൻ. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ? വെൻ ഡസ് ദ റെയിൻ ലുക്ക് ബ്യൂട്ടിഫുൾ? എപ്പോഴാണ് റെയിൻ ബ്യൂട്ടിഫുള്ളായിട്ട് കാണപ്പെടുന്നത്? നെക്സ്റ്റ് എന്താണ്? ഹൗ ഡസ് ദ റെയിൻ അഫക്റ്റ് ദ പീപ്പിൾ ആൻഡ് പ്ലേസസ്? അല്ലേ, നമ്മളെ ആൾക്കാരെയും സ്ഥലങ്ങളെയും ഒക്കെ റെയിൻ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? റൈറ്റ് സം ചേഞ്ചസ് ദാറ്റ് യു ഹാവ് സീൻ ആഫ്റ്റർ എ ഹെവി റെയിൻ. ഒരു ഹെവി റെയിൻ വന്നതിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ തിങ്സ് യു വുഡ് ലൈക്ക് ടു ഡു ഓൺ എ റെയിനി ഡേ? ഒരു റെയിനി ഡേയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഇഷ്ടമുള്ളത്? പിക്ക് ഔട്ട് ദ ലൈൻസ് ദാറ്റ് ടെൽ അബൌട്ട് ദ സൗണ്ട് ഓഫ് റെയിൻ. റെയിനിൻ്റെ സൗണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന ലൈന് അതിലേതാണ്? പിക്ക് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. ഈ പോത്തിലെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് എഴുതി നോക്കാം അല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വെൻ ഡസ് ദ റെയിൻ ലുക്ക് ബ്യൂട്ടിഫുൾ? എപ്പോഴാണ് റെയിന് ബ്യൂട്ടിഫുള്ളായിട്ട് കാണപ്പെടുന്നത്? എപ്പോഴാണ് ദ റെയിൻ ലുക്സ് ബ്യൂട്ടിഫുൾ? ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ് അല്ലേ. ഒരുപാട് ചൂടും പൊടിയൊക്കെ നിറഞ്ഞ കാലാവസ്ഥ കഴിഞ്ഞ് വരുന്ന റെയിനാണ് ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് തോന്നുന്നത്. നെക്സ്റ്റ് എന്താണ്? ഹൗ ഡസ് ദ റെയിൻ അഫക്റ്റ് ദ പീപ്പിൾ ആൻഡ് പ്ലേസ്? ആളുകളെയും സ്ഥലങ്ങളെയും റെയിൻ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇറ്റ് ഗീവ്സ് റിഫ്രഷ്മെൻറ്റ് ആൻഡ് റിലീഫ് ടു ദ പീപ്പിൾ ആൻഡ് പ്ലേസസ് അല്ലേ. എല്ലാവർക്കും ഒരു റിഫ്രഷ്മെൻറ്റ്, ഒരു ഉന്മേഷവും ആശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ട് റെയിന്. ഇനി ചേഞ്ചസ് സീൻ ആഫ്റ്റർ എ ഹെവി റെയിൻ. ഒരു ഹെവി റെയിനിന് ശേഷം വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? സ്ട്രീറ്റ്സ് ആർ ക്ലീനർ, സ്ട്രീറ്റ്സൊക്കെ ക്ലീനായിട്ട് തോന്നും. എയർ ഫീൽസ് ഫ്രഷർ അല്ലേ, നമുക്ക് തന്നെ ഒരു ഫ്രഷ് എയർ ഉള്ളത് പോലെ തോന്നും. പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ലുക്ക് ഗ്രീനർ,
ചെടികളൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് ഉന്മേഷത്തോടെ നിൽക്കുന്നത് കാണാൻ പറ്റും. പഡിൽസ് ഫോം ഓൺ ദ ഗ്രൗണ്ട് അല്ലേ, അങ്ങനെ പഡിൽസ് കാണാമല്ലോ, അത് ചെളിക്കുഴികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് മേക്കിംഗ് ഇറ്റ് കൂളർ, ചൂടൊക്കെ കുറഞ്ഞ് നമുക്ക് അന്തരീക്ഷം കുറച്ചൊരു തണുത്തതായിട്ട് തോന്നും അല്ലേ. അപ്പോൾ ഇനി 4th ക്വസ്റ്റ്യൻ എന്താണ്? ലൈൻസ് ദാറ്റ് ടെൽ അബൌട്ട് ദ സൗണ്ട് ഓഫ് റെയിൻ. റെയിനിൻ്റെ സൗണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന ലൈൻസ് ഏതൊക്കെയാണ്? ഹൗ ഇറ്റ് ക്ലാറ്റേഴ്സ് അലോങ് ദ റൂഫ്സ് ലൈക്ക് ദ ട്രാമ്പ് ഓഫ് ഹൂപ്സ്. ഹൗ ഇറ്റ് ഗഷസ് ആൻഡ് സ്ട്രഗിൾസ് ഔട്ട് ഫ്രം ദ ത്രോട്ട് ഓഫ് ദ ഓവർഫ്ലോയിങ് സ്പൗട്ട് അല്ലേ. ഈ 2 ലൈൻസിലാണ് നമുക്ക് റെയിനിൻ്റെ സൗണ്ട് പറഞ്ഞു തരുന്നത്. ഇനി നെക്സ്റ്റ് ഏതാണ്? റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം ഏതൊക്കെയാണ്? ഹീറ്റ്, സ്ട്രീറ്റ്, ലെയിൻ, റെയിൻ, റൂഫ്സ്, ഹൂഫ്സ്, ഔട്ട്, സ്പൗട്ട്, പോസ്, റോസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1. യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് റെയിൻ ഇൻ ഡിഫറെൻറ്റ് വേസ്. റൈറ്റ് യുവർ എക്സ്പീരിയൻസ് ബിലോ. നമുക്ക് പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അല്ലേ മഴ സമയത്ത്. അപ്പോൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് എഴുതാനാണ് പറയണത്. അപ്പോൾ അത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, വൺ ഡേ ഐ forgot to take my umbrellas to school. On my way there, it started to rain heavily. I got completely drenched, and by the time I reached school, I was soaked through. Sitting in class was uncomfortable because my clothes were wet, and I felt cold and miserable. It was hard to concentrate, and all I could think about was getting dry. ഒരു ദിവസം ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട എടുക്കാൻ വിട്ടുപോയി. ആ സമയത്ത് വലിയ മഴയുണ്ടായിരുന്നു. ഞാൻ ഫുള്ള് നനഞ്ഞു. അങ്ങനെ ആ നനവോട് തന്നെയാണ് ഞാൻ സ്കൂളിലേക്ക് എത്തിയത്. പിന്നെ ക്ലാസ്സിൽ അങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ ഭയങ്കര നനഞ്ഞിട്ട്. അപ്പോൾ എന്താണ്, എനിക്കാകെ തണുപ്പും ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തു. എനിക്കാകെ വേണ്ടിയിരുന്നത് എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് ഇത് ഉണങ്ങിയാൽ മതിയായിരുന്നു, എനിക്കിവിടെ ഇരിക്കേണ്ട, അങ്ങനെയൊക്കെ ഒരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് എഴുതി നോക്കാം. ആക്ടിവിറ്റി 2. റിഡിൽ റൗണ്ട്. റിഡിൽ എന്താണെന്നറിയാലോ അല്ലേ, കടങ്കഥ. I come from the sky, but I am not a bird. I can make you wet, but I am not a pool. I come in drops, but I am not a teardrop. What am I? ഇപ്പോൾ ചോദിക്കാൻ, ഞാൻ ആ സ്കൈയിൽ നിന്നാണ് താഴേക്ക് വരുന്നത്, പക്ഷെ ഞാനൊരു ബേർഡല്ല. എനിക്ക് നിങ്ങളെ നനയ്ക്കാൻ പറ്റും, പക്ഷെ ഞാനൊരു പൂളല്ല. ഞാൻ തുള്ളികളായിട്ട് ആണ് വരുന്നത്, പക്ഷെ ഞാൻ കണ്ണീർ തുള്ളികളാണോ? അല്ല. അപ്പോൾ ഞാൻ ആരാണ്? എന്താണ് ആൻസർ? റെയിൻ അല്ലേ. നെക്സ്റ്റ് നോക്കിയേ. യു ഓപ്പൺ മീ വെൻ ദ ക്ലൗഡ്സ് pour down. യു ഫോൾ മീ വെൻ ദ റെയിൻ സ്റ്റോപ്സ്. വാട്ട് ആം ഐ? എന്തായിരിക്കും ആൻസർ? അംബ്രല്ല അല്ലേ. ഇനി നമുക്ക് അവിടെ അംബ്രല്ലയുടെ ഒരു പിക്ചർ വരച്ച് വയ്ക്കാം. അതിനുശേഷം റൈറ്റ് ഡൗൺ 2 more riddles. നമ്മൾ 2 riddles നമ്മളോട് ഉണ്ടാകാൻ പറഞ്ഞിരിക്കുകയാണ്. I come in many colors. I am just for the rain, keeping you dry. What am I? ഞാൻ പല കളേഴ്സിൽ വരും. റെയിൻ സമയത്താണ് എന്നെ യൂസ് ചെയ്യുക, നിങ്ങളെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആരാണ്? എന്താണ് ആൻസർ? റെയിൻ കോട്ട് അല്ലേ. നെക്സ്റ്റ്, ഐ pour down on the roofs. I water the plants. What am I? ഞാൻ റൂഫിൻ്റെയൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പതിക്കാറുണ്ട്, ഇഴാറുണ്ട്. ഞാൻ ചെടികളെല്ലാം നനയ്ക്കും. ഞാൻ ആരാണ്? Rain. Like this, you can make your own riddles. Okay, so we can go to the next activity. Activity 3. Look at the pictures and note the words under each picture. Match the words with their meaning and write them in the space provided. താഴെ നമുക്ക് പല തരത്തിലുള്ള റെയിൻഫോളിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഡ്രിസിൽ, ഷവർ, ഡൗൺ പോർ, റെയിൻ സ്റ്റോം, സൺ ഷവർ, ഹെയിൽ സ്റ്റോം അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, മീനിങ്സ് തന്നിട്ടുണ്ട്. അത് നോക്കി നമ്മൾ കറക്റ്റ് ബോക്സിൽ ആ നെയിംസ് എഴുതുക. എ സഡൻ ഹെവി ഫോൾ ഓഫ് ഹെയിൽ സ്റ്റോൺസ്. എന്താണ് ഹെയിൽ സ്റ്റോം? എ വെരി ലൈറ്റ് റെയിൻ ഫോളിങ് സ്ലോലി ആൻഡ് സ്റ്റഡിലി. ഹെവി ആൻഡ് ഇൻറ്റൻസ് റെയിൻഫോൾ, downpour. Light fall of rain while the sun shines, sun shower. A sudden rain along with strong wind, rainstorm. Light rain that comes and goes, showers. So എല്ലാവർക്കും
മനസ്സിലായോ ഇന്നത്തെ ക്ലാസ്? സോ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.